We are coming from the East India Company and I want to remove this cross. ഈ ഹിന്ദി ഒന്നും പഠിച്ച് ഞങ്ങളെ വിരട്ടണ്ട. You have to allow us to enter into the forest. അതൊന്നും സാധിക്കില്ല. കളഞ്ഞിട്ട് വാടാ. Then I will call my boss. പിന്നെ വിരട്ടാതെ. I will call my boss. ഓഹോ. Boss. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? But why? Full many a gem of pure serene lay underneath the unfathomed ocean unblossomed. But why? But why? അവിടെ അങ്ങനെ അങ്ങ് പോയാലോ? ദൈവം തമ്പുരാൻ വന്നാലും പെർമിഷൻ ഉണ്ടെങ്കിലേ യമൻ പൊങ്ങൂ. പെർമിഷൻ വേണം. യു വോണ്ട് പെർമിഷൻ? പെർമിഷൻ എടുത്ത് കാണിച്ചില്ലേടേ? യവന്മാര് സമ്മതിക്കണ്ടേ? അപ്പോ രണ്ട് കൊച്ചു കള്ളന്മാർക്കും മലയാളം അറിയാം. മലയാളം അറിയാം, ഇംഗ്ലീഷും അറിയാം. എന്റെ ഫാദർ നെയ്യാറ്റിങ്കര, മദർ ചെക്കോസ്ലോവക്യ. ഇവന്റെ മദർ ചെക്കോസ്ലോവക്യ, ഫാദർ നെയ്യാറ്റിങ്കര. അല്ലല്ല, ഫാദർ ചെക്കോസ്ലോവക്യ, മദർ നെയ്യാറ്റിങ്കര. അത് തന്നെ ഞാൻ പറഞ്ഞു. എന്റെ മദർ ചെക്കോസ്ലോവക്യ, നിന്റെ ഫാദർ നെയ്യാറ്റിങ്കര. എന്റെ ഫാദറും നിന്റെ മദറും ചെക്കോസ്ലോവക്യ. ചുരുക്കം പറഞ്ഞ രണ്ടെണ്ണവും ക്രോസ്. ഞാൻ വിചാരിച്ചു ഇവൻ ആദ്യം പെർമിഷൻ എടുത്ത് കാണിച്ചാണെന്ന്. അതല്ലേ ഞാൻ. പെർമിഷൻ എടുത്ത് കാണിക്കട്ടെ. നീ ആ പെർമിഷൻ എടുത്ത് കാണിച്ചോടേ. നോക്കട്ടെ, നീ ഇത് എവിടെ എടുത്ത് വെച്ചിരിക്കുന്നു? പെർമിഷൻ എടുത്ത് കാണിക്കാൻ പറഞ്ഞപ്പോ ആ സ്കോച്ച് എടുത്ത് കാണിക്കുന്നു. പിന്നെയും കുപ്പി എടുക്കുന്നു. പെർമിഷൻ എവിടെ? ഈ ക്ലാസ്സിന്റെ അടി. സാർ, സാർ, പെർമിഷൻ. ഞാൻ കണ്ണാടി എടുത്തില്ല. ഇംഗ്ലീഷ് ആണെങ്കിലേ എനിക്ക് പറ്റുള്ളൂ. സാർ വായിച്ചാട്ടെ. ഈ വരുന്ന വില്യം ഫ്രെഡറിക്കിനും ജെയിംസ് മാഞ്ചസ്റ്ററിനും നിങ്ങളുടെ ഫോറസ്റ്റ് ഏരിയ കാണാനുള്ള അനുവാദവും അവർക്ക് വേണ്ട ഒത്താശകളും ചെയ്തു കൊടുക്കണം. ആരാ എഴുതിയിരിക്കുന്നത്? പുതുക്കാട് പഞ്ചായത്ത് മെമ്പർ. പഞ്ചായത്ത് മെമ്പർ? വെറും മെമ്പർ അല്ല, എക്സ് മെമ്പർ. കേന്ദ്രമന്ത്രി വന്നിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറ്റി വിട്ടിട്ടില്ല. പിന്നെ ആ പഞ്ചായത്ത് എക്സ് മെമ്പർ അകത്തോട്ട് പോകണമെങ്കിൽ വേറെ വഴി നോക്ക്. മെമ്പർ അല്ല, അയാളിപ്പോ മെമ്പർ മാത്രമല്ല, ഈ വേൾഡ് വേൾഡിന്റെ ഒക്കെ ഫോറസ്റ്റിന്റെ എല്ലാം കാട്ടാള ഫെഡറേഷൻ. ഇത് കൊണ്ടുപോയി ആ കാട്ടാളന്റെ കൈ കൂടെ അകത്തോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ചെയ്തൊന്നു ഒതുക്ക്. അപ്പൊ സമ്മതിക്കില്ല അല്ലേ? സാധ്യമല്ല. ശല്യം ചെയ്യാതെ വന്ന വഴിയെ തിരിച്ചു പോകാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ചെക്കോസ്ലോവക്യൻ പ്രസിഡന്റിന്റെ വകയായിട്ട് ഒരു പ്രസന്റേഷൻ ഉണ്ട്. എന്നാ എന്റെ പൊന്നനിയായി നേരത്തെ പറയണ്ടായോ? ഗ്ലാസ് എടുത്ത് പറയാം. ഗ്ലാസ് നല്ല ഒറിജിനൽ സാധനമാണല്ലേ? അതെ. ഇനി അനിയന്മാർക്ക് എന്താ വേണ്ടത്? ഞങ്ങൾ ഇവിടെ വരെ വന്നത് എന്തിനാണെന്ന് വെച്ചാ, ഞങ്ങൾക്ക് ഈ കൂമംകൊല്ലി കാടൊക്കെ ഒന്ന് ചുറ്റി കാണണം. എന്താ പേര്? നമ്മുടെ പേരെന്താണ്? പേര് വില്യം ഫ്രെഡറിക്കും ജെയിംസ് മാഞ്ചസ്റ്ററും. വില്യം ഫ്രെഡറിക്കും ജെയിംസ് മാഞ്ചസ്റ്ററും. എന്റെ പൊന്നനിയന്മാരെ, നിങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ഞാൻ നിങ്ങളെ അകത്തോട്ട് വിടൂല എന്ന് പറഞ്ഞത്. ഇതിനു മുമ്പ് അകത്തോട്ട് പോയിട്ടുള്ളവരാരും പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നിട്ടില്ല. വിഷം പുരട്ടിയ അമ്പുമായിട്ട് മലയരയന്മാരിങ്ങനെ കാത്തിരിക്കുക മനുഷ്യമാംസം തിന്നാൻ. ഇതിനു മുമ്പ് 26 പേരെ അകത്തേക്ക് കടത്തിവിടാൻ ഞങ്ങൾ ഈ മുള പൊക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരുത്തനും തിരിച്ചു വരാൻ വേണ്ടി ഇന്നേ വരെ പൊക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങള് വെറുതെ ഇവിടുന്ന് ചുറ്റി കാണുന്നതല്ലാതെ വേറെ ആ കാർ അകത്തോട്ട് പോകില്ല. വേണ്ട, ഞങ്ങൾ ആ കാർ തിരിച്ചു വിടുക. അണ്ണാ, നീ ആ കാർ തിരിച്ചു വിടേ. ഇതോടെ അകത്തോട്ട് വെച്ചോ, പിന്നീട് ആവശ്യം വരും. അപ്പൊ ചേട്ടാ കാണാം. കണ്ടെങ്കി കണ്ടെന്ന് പറയാം. വേഗം മാറി. വാ, ആ ലെഡ്ജർ തിരുത്തിക്കോ. 26ഉം 2ഉം 28 പേര് ചത്തു.
ഇറങ്ങടാ. പോയിട്ട് വരട്ടെ. പോയിട്ട് വരട്ടെ എന്ന് പറയണ്ട, പോട്ടെ എന്ന് പറഞ്ഞാൽ മതി. 26 2 28. ബ്യൂട്ടിഫുൾ ഡേഞ്ചറസ് ഫോറസ്റ്റ്. അണ്ണാ, ആ ചെക്ക് പോസ്റ്റിലെ തടിയൻ ഗാർഡും ഈ ബോട്ടിന്റെ എഞ്ചിൻ ഡ്രൈവറും നമ്മൾ ഇങ്ങോട്ട് പോന്നപ്പോ 28 എന്നൊരു നമ്പർ പറയുന്നതാണ്, ശ്രദ്ധിച്ചോ? എന്തോ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലേ? ഇല്ല. നമുക്ക് മുന്നേ 26 പേർ ഈ കൂമംകൊല്ലിക്കാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവരാരും തന്നെ തിരിച്ചു പോയിട്ടില്ല. 26 നമ്മൾ രണ്ടുപേരും ചേർന്ന് 28. കറക്റ്റ്. അവരെ കണക്ക് ശരിയാടേ. ചുമ്മാതല്ല, എല്ലാവരും അന്ത്യവകാശം നിന്ന് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നിനക്കെന്താടേ ഇത്ര പേടി? നീ ആദ്യമായിട്ടാണോ കാട്ടി വരുന്നത്? പിന്നല്ലാതെ. അതാ. അപ്പൊ അണ്ണനോ? ഞാനിത് ഫസ്റ്റ് ടൈമാ. അണ്ണാ, എന്താടാ? ആരോ നമ്മളെ പിന്തുടരുന്നുണ്ടെന്ന് തോന്നുന്നു. എടാ, അത് മലയണ്ണാനായിരിക്കും. അനിയൻ കുഞ്ഞെ, വളരെ വിജനമായ വനത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മളെ ആരോ പിന്തുടരുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. അത് പ്രകൃതി നമുക്കിട്ട് വേലിറക്കുന്ന. വാ. അണ്ണാ, ഈ കാട്ടിൽ പാമ്പുണ്ടാവും? പിന്നെ കൂമംകൊല്ലി കാട്ടിലെ പാമ്പിനെ പറ്റി നീ കേട്ടിട്ടില്ലേ? ഇല്ല. കേട്ടിട്ടേ ഇല്ലേ? ഇല്ല. പേടിക്കേണ്ടതായിട്ട് ഒരു പ്രശ്നവും. എന്താണ്? പൊട്ടിയ അപ്പച്ചാവും, പിന്നെ പ്രശ്നമില്ലല്ലോ. നീ വാ. അണ്ണാ, ഒരു മനുഷ്യന്റെ കരച്ചിലല്ലേ കേട്ടത്? എടാ മണ്ടൂസേ, കാട്ടുതത്തകൾ ഇണചേരുമ്പോഴുണ്ടാകുന്ന പ്രേമാദ്രമായ ശബ്ദമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അയ്യോ, അപ്പൊ ഈ കാട്ടാനകൾ ഇണചേരുമ്പോഴോ? വളരെ സൈലന്റ് ആയിരിക്കും. അതെയാ? നീ വാ. ഈ കാട്ടിലോരോ രീതികളെ. ദൈവമേ, ദേവരേ, നീ മേലെ വാ. ദേവരേ, എനിക്കുള്ള ദൈവമേ, ദൈവമേ, മേലെ വാ. നീ മേലെ വാ. എന്റെ കാട്ടിൽ ഒരു തീര് പിഴ ചെയ്തു. പൊറുക്കണം ദേവരേ. തെറ്റ് ചെയ്തവരുടെ ജീവൻ അങ്ങേക്ക് നൽകി അടിയൻ മാപ്പി ചോദിക്കാൻ പോകുന്നു. മൂപ്പ, മാപ്പാക്കണം മൂപ്പ. അടിയൻ ഈ കാട്ടിന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. അറിയാതെ ചെയ്തു പോയ തെറ്റാണ്. ഇനി ഒരിക്കലും ഏനിത് ആവർത്തിക്കില്ല. നമ്മൾ ദൈവത്തിൽ നിരക്കാത്ത തെറ്റാണ് ചെയ്തത്. ആ തെറ്റിന്റെ ശിക്ഷ നീ അനുഭവിക്കണം. സർപ്പദംശത്തിനുള്ളതെല്ലാം കൊണ്ടുവരാൻ പറയൂ. പിഴച്ചു പോയവരാരും ഉയരോടെ ഈ കാട്ടിലിരിക്കാൻ അനുവദിക്കുന്നതല്ല. ദേവരെ, അങ്ങയ്ക്ക് വേണ്ടി അടിയനെ ശിക്ഷ നടപ്പാക്കട്ടെയോ? ഇതാ ദേവർ അനുവദിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ബോധ്യമായല്ലോ. ശിക്ഷ നടപ്പിലാക്കാനുള്ള സമയമായി. ഇവളെ കൊണ്ടുപോയി നമ്മുടെ മുതല കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ കൊടുക്ക്. അണ്ണാ,
നമുക്ക് എങ്ങനെയെങ്കിലും കാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. ഒരു നിമിഷം പോലും ഇവിടെ കഴിഞ്ഞോളാക്കത്തില്ല. ഇവരെ കാടന്മാരെന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ശരിക്കും കാടത്തല്ലേ കാട്ടണത്. ഇതൊക്കെ ഒരു ത്രില്ലല്ലേടേ? ഓ ത്രില്ല്. അന്നോട് വന്നോ, ഞാൻ പോവാ. അണ്ണാ നീ ഇങ്ങനെ ബഹളം. നിങ്ങളാരെ എന്തിനെ കാട്ടിൽ വന്നു? ആര് പ്രത്യേകിച്ചു ചൊല്ലേ? ഇങ്ങനെ ഒറ്റയടിക്ക് ചോദിച്ചാൽ വളരെ വിഷമമാണ്. സാവകാശത്തിൽ കണ്ടശ ചോദിച്ചാൽ. നാട്ടിൽ നിന്നും ആരും ഇവിടെ വരാൻ പാടില്ല. ഒരു നിയമം മറികടന്നാൽ ശിക്ഷ ഭയങ്കരമാണ്. ദേവരെ, ഇവർക്ക് എന്ത് ശിക്ഷയാണ് അടിയൻ എത്തിക്കേണ്ടത്? ഇവൻ സർപ്പദംശത്താൽ മരിക്കട്ടെ, ഇവൻ മൂഷിക പ്രയോഗത്താൽ മരിക്കട്ടെ. ഒരപേക്ഷ ഉണ്ടായിരുന്നു. ചൊല്ലേ. ഞങ്ങള് മൂപ്പനെ കാണാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വന്നത്. ഞങ്ങൾ അങ്ങേക്ക് തരാൻ വേണ്ടി കുറെ സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സന്മനസ്സോടെ സ്വീകരിക്കണം. എവിടെ? നോക്കി നിൽക്കാൻ എടുത്ത് കൊടു. എന്റെ ബാഗിലുണ്ട്. ഇത് വിസ്കി എന്റെ അച്ഛൻ ചെക്കോസ്ലോവേക്കിന്ന് കൊടുത്തയച്ചാണ്. ഇത് 555 സിഗരറ്റ് ഇവന്റെ അച്ഛൻ ചെക്കോസ്ലോവേക്കിന്ന് കൊടുത്തയച്ചതാണ്. ഇവ നാം സ്വീകരിച്ചിരിക്കുന്നു. സന്തോഷം. ഇവർക്കുള്ള ശിക്ഷ ഉടനെ നടക്കട്ടെ. അപ്പൊ സമ്മാനം മേടിച്ചെടുത്ത സമ്മാനങ്ങൾ സ്വീകരിച്ചതിന് ശേഷം പിന്നെ എന്തൊരു സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ചു വെച്ചതിന് ശേഷം എന്ത് തോന്നിയാസാണിത്? അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് പറയും. മൂഷികപ്രയോഗം എന്താണെന്ന് പറ. ഓ, അതാണോ നിന്റെ അവസാനത്തെ ആഗ്രഹം? മൂഷികവർദ്ധന? അടിയൻ. അയ്യോ, അതല്ല. അവസാനത്തെ ആഗ്രഹം വേറെ ഉണ്ട്. അയ്യോ എലി, അയ്യോ എലി. എന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? എന്നെ സർപ്പത്തെ കൊണ്ട് കൊത്തിച്ച് കൊല്ലിക്കരുത്. ശരി, ശിക്ഷ നടപ്പാക്കൂ. താനെന്റെ അനിയൻ കുഞ്ഞിനെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊന്നാണോ? തന്റെ അമ്മൂമ്മയുടെ ഒരു സർപ്പദംശം തന്നെ ആരോ മൂപ്പനാക്കിയത്? തനിക്ക് വല്ല വിവരമുണ്ടോ? താനൊരു ജഡ്ജിയോ ആൾക്കാരെ കൊല്ലാൻ വിധിക്കാൻ? തന്നെ ഞാൻ അണ്ണാ, നിന്നെ പാമ്പ് കൊത്തിയില്ലേ? കൊത്താൻ സമ്മതിച്ചില്ല. എന്താണിത്? എന്താണ് ഇവര് ചാകാട്ടത്? ചുറ്റുള്ളവരാരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. എന്താണിത്?
വെറുതെ വിടാനോ? ദേവരുടെ കഴിവുകൊണ്ട് ഞാൻ നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു. ഇന്നേക്ക് തന്നെ ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടോളിൻ. ഇല്ലെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം. നീ സാധനങ്ങൾ കിടന്ന് ആലോചിക്കുന്ന കണ്ടില്ലേ? ഇത് അവന്മാരുടെ വെറും ഒരു ടെസ്റ്റ് ഡോസ്. കാരണന്മാര് ചെയ്ത പുണ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. ഇനി അവന്മാരുടെ കണ്ണിലങ്ങപ്പെട്ട വിവരം അറിയും. ഇവിടെ കിടക്കാൻ എന്തൊരു സുഖം. സൂചിച്ചോ ഈശ്വര, നേരം വെളുക്കുന്നതിന് മുമ്പ് വല്ല കാട്ടാനും ചവിട്ടി കൊന്നില്ലായിരുന്നു രക്ഷപ്പെടാമായിരുന്നു. നാട്ടിൽ നിന്നിറങ്ങി പുറപ്പെടുകയും ചെയ്തു. ഇവിടെ നിൽക്കാനും നിവർത്തിയില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു മാർഗം ആലോചിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ. ആലോചിച്ചോ കുറെ നേരം ആലോചിക്കുമ്പോ ബോറടിക്കും. അപ്പൊ വീണ്ടും കിടന്ന് ആലോചിച്ചോ. പുനർജന്മം കിട്ടിയ ദിവസമാ. ഞാനൊന്ന് ഉറങ്ങാൻ നോക്കട്ടെ. എനിക്കൊരു വലിയ തെറ്റ് പറ്റി. ഇപ്പോഴെങ്കിലും തെറ്റ് സമ്മതിച്ചല്ലോ. എവിടെയാണോ തെറ്റിയത്? നിന്നെ കൂടെ കൊണ്ടുവന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടാ. കിട്ടിപ്പോയി. എന്ത്? നമ്മളെ കൊല്ലാക്കൊല ചെയ്ത ആ മൂപ്പരെ ഞാൻ മൂക്കൊണ്ട് ക്ഷാറ വരപ്പിക്കും. എങ്ങനെ? നീ കണ്ടോടാ. അപ്പൊ തിരിച്ചു പോകാനുള്ള പരിപാടി പോകരുത്.